അമേരിക്കൻ മധ്യസ്ഥതയിൽ രൂപം കൊണ്ട വെടിനിർത്തൽ കരാറിന്റെ ബലത്തിൽ ഇസ്രയേൽ പ്രതിനിധികളും ലെബനൻ പ്രതിനിധികളും ഒരു കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ തീക്ഷ്ണമായ ഭൂമിശാസ്ത്രത്തിൽ തന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇസ്രയേൽ പ്രതിനിധികളും ലെബനൻ പ്രതിനിധികളും ഇതുപോലെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. അമേരിക്കൻ മധ്യസ്ഥതയിൽ രൂപം കൊണ്ട വെടിനിർത്തൽ കരാറിന്റെ ബലത്തിന്റെ പിന്നിലാണ് ഈ കൂടിക്കാഴ്ച. ഇത് വെറുമൊരു നയതന്ത്ര നീക്കം മാത്രമല്ല, ലെബനന്റെ പരമാധികാരത്തെയും ചെറുത്തുനിൽപ്പിന്റെ ആർജവത്തെയും അംഗീകരിക്കുന്ന സമാധാനത്തിലേക്കുള്ള വാതിലാണോ, അതോ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ പിഴുതെറിയാനുള്ള ജൂതരാഷ്ട്രത്തിന്റെ പുതിയ സൈനിക രാഷ്ട്രീയ തന്ത്രങ്ങളുടെ തുടക്കമാണോ എന്നും ലെബനൻ സംശയത്തോടെ ഉറ്റുനോക്കുകയാണ്. കാരണം ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ച 1983 ചരിത്രം ലെബനൻ ഇനിയും മറന്നിട്ടില്ല. 2024 നവംബറിൽ അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ചർച്ചയ്ക്ക് വേദിയായത് ലെബനനിലെ നഗൗറയിലുള്ള UN സമാധാന സേനയുടെ ആസ്ഥാനമായിരുന്നു. ഇസ്രയേലിന്റെയും ലെബനന്റെയും സൈനിക ഉദ്യോഗസ്ഥർക്ക് പകരം സിവിലിയൻ പ്രതിനിധികളാണ് അന്ന് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നത്. ഇത് ലെബനന്റെ നിലപാടുകൾക്ക് സൈനിക മുഖമില്ലെന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തിയത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വരെ ഇതിനെ ചരിത്രപരം എന്നാണ് വിശേഷിപ്പിച്ചത്. ഭാവി സഹകരണത്തിലേക്കുള്ള പ്രാരംഭ ചുവടുവയ്പും എന്നും ഇതിനെ കൂട്ടിച്ചേർത്തു. ഇസ്രയേലിന്റെ ഈ പ്രതീക്ഷകളെ ലെബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം തള്ളിക്കളഞ്ഞിരുന്നു. സമാധാന കരാറിന് ശേഷം മാത്രമേ ഇസ്രയേലുമായി ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹകരണം ഉണ്ടാവൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രയേൽ പ്രദേശത്തേക്ക് ആക്രമണം അഴിച്ചുവിട്ടതിനെ തുടർന്ന് ആരംഭിച്ച 1 വർഷത്തിലേറെ നീണ്ട അതിർത്തി സംഘർഷമാണ് വെടിനിർത്തലോടെ താൽക്കാലികമായി അവസാനിച്ചത്. പിന്നീട് ഈ ഏറ്റുമുട്ടലുകൾ ഒരു സമ്പൂർണ്ണ ഇസ്രയേലി ആക്രമണമായിട്ടാണ് വളർന്നു വന്നത്. ഇസ്രയേലുമായി ബന്ധം സാധാരണ നിലയിലാക്കാൻ നെതന്യാഹു ലെബനനോട് ആവശ്യപ്പെട്ടെങ്കിലും അബ്രഹാം കരാറിനോട് ലെബനൻ മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. 1983 ഇസ്രയേൽ ലെബനൻ അധിനിവേശത്തിനും നടന്ന മുൻ ചർച്ചകളും ഒരു കരാറിലെത്തിയിട്ടും ലെബനൻ അംഗീകരിക്കാതെ പോയ ചരിത്രം ഈ രാജ്യത്തിനുണ്ട്. നഗൗറയിലെ കൂടിക്കാഴ്ച സമാധാനത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതിന് പകരം അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ ലെബനന്റെ പരമാധികാരത്തിനുമേൽ ചെലുത്തുന്ന രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ വ്യാപ്തിയാണ് എടുത്തു കാണിക്കുന്നത്. ലെബനന്റെ മണ്ണ് വിട്ട് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങാതെ ഒരു തരത്തിലുമുള്ള സഹകരണം സാധ്യമാകില്ലെന്നായിരുന്നു സലാമിന്റെ നിലപാട്. ഇസ്രയേലിന്റെ ഓരോ നീക്കത്തെയും സംശയത്തോടെ നിരീക്ഷിക്കുകയും തന്റെ രാജ്യത്തിന്റെ പരമാധികാരം ഉറപ്പാക്കാൻ വേണ്ടി ലെബനൻ അധികൃതർ ഇനിയും ഏറെ ദൂരം പോകേണ്ടിയിരിക്കുന്നു എന്നും ഭരണകൂടം വ്യക്തമാക്കി. പുതിയ യുദ്ധം ഒഴിവാക്കണമെങ്കിൽ ഇസ്രയേൽ അതിന്റെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് ലോക വിലയിരുത്തലുകൾ.